ജബ്രാമാഷ് ഇപ്പോൾ 1 വർഷവും കൂടെ കഴിഞ്ഞ് അദ്ദേഹത്തിൻ്റെ ഉപജീവനമാർഗ്ഗമെല്ലാം ഇവിടെയുള്ള കൊച്ചു ജബ്രകളെ ഏൽപ്പിച്ച് അദ്ദേഹം ഏതോ ഒരു ലോകത്തേക്ക് പറന്ന് പോവുകയാണ്. അങ്ങനെ പറന്ന് ഇത് ബോധ്യപ്പെടുത്താതെ പോകേണ്ടത് ജബ്രാമാഷിൻ്റെ ഒരു ആവശ്യമാണ്. കാരണം പോകുന്നതിന് മുമ്പ് അയ്യൂബ് മൗലവി ഇരുന്ന് ജബ്രാമാഷിന് ഖുർആൻ വായിക്കാൻ അറിയില്ലെന്ന് സ്ഥാപിച്ചു പോയാൽ പിന്നെ ഇത്രയും നാൾ പഠിച്ച പഠിതാക്കളൊക്കെയും ജബ്രാമാഷ് എന്താണ് ഈ പഠിപ്പിച്ചതെന്ന് വല്ലാതെ വിഷമിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തും. അതുകൊണ്ട് ഞാൻ ഖുർആനും യുക്തിയും എന്ന വിഷയത്തെക്കുറിച്ച് സംവാദത്തിന് തയ്യാറാണ് എന്ന് പറഞ്ഞത്രേ. ഫഖാർ ജബ്ബാറെ, ഖുർആൻ എന്താണ്? അത് താങ്കൾക്ക് അറിയാമോ? അത് വായിക്കാൻ അറിയാമോ? അതിൻ്റെ അർത്ഥം അറിയാമോ? അതിൻ്റെ വരികൾ അറിഞ്ഞിട്ടല്ലേ വരികൾക്കിടയിൽ വായിക്കേണ്ടത്. അപ്പോൾ അതുകൊണ്ട് അതല്ലേ ആദ്യം ബോധ്യപ്പെടുത്തേണ്ടത്. നമ്മുടെ ഡോക്ടർ പശുപതി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ടല്ലോ, അതിനകത്ത് പശുവിനെ ചികിത്സിക്കാൻ വന്ന നമ്മുടെ ഇന്നച്ചനെ പോലെ നാട്ടിലുള്ളവരെ മുഴുവൻ ചികിത്സിച്ച് വലിയൊരു വൈദ്യനെന്ന് പേരെടുത്ത് ആ വൈദ്യകുലത്തിലെ ഒരു മുതിർന്ന മൂടായി മാറി അവസാനം ഇയാൾക്ക് മൃഗത്തിൻ്റെ ആരോഗ്യത്തെ സംബന്ധിച്ച് ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല എന്ന് പറയുമ്പോൾ അത് ചോദ്യം ചെയ്യപ്പെടാൻ പോകുന്ന നിമിഷത്തിൽ എവിടെയെങ്കിലും ഒരാൾ വിളിച്ച് കുത്തിവെക്കാൻ പോലും അറിയില്ല എന്ന് പറയുമ്പോൾ ഞാൻ കുത്തിവെക്കുന്നത് കാണണോ എന്നാൽ അതിനെക്കുറിച്ച് തർക്കിക്കാം, കുത്തിവെക്കുന്നതിനെക്കുറിച്ച് തർക്കിക്കാം, ഞാൻ കുത്തിവെക്കുന്നത് കാണിക്കാം എന്ന് പറഞ്ഞ് മറ്റേതിൽ നിന്ന് ഒഴിവായി പോകുന്നത് ശരിയല്ലേ പറയാം.